കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. പ്രീതിക്ക് പിറക്കാനിരിക്കുന്ന കുഞ്ഞിന് സത്യഭാമയുടെയും രാഘവൻ നായരുടെയും ആദ്യത്തെ കൊച്ചുമകനോ കൊച്ചുമകൾക്കോ ഒരു സമ്മാനമുണ്ട്. ₹1 കോടി. മോൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. എനിക്ക് എല്ലാവരോടും നന്ദി മാത്രമേ പറയാനുള്ളൂ. പ്രത്യേകിച്ചും ശാലിനിയോട്. ഇവളാ എന്റെ ജീവിതം തിരികെ പിടിച്ചു തന്നത്. നീ കാരണമല്ലേ ശാലിനി ഇപ്പൊ എല്ലാരും എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത്. ഇല്ലെങ്കിൽ എന്താകുമായിരുന്നു എന്റെ അവസ്ഥ? പേഴ്ച വളർന്ന പേരും വച്ച് ഭർത്താവില്ലാതെ മാനം കെട്ട് ജീവിക്കേണ്ടി വന്നേനെ എനിക്ക്. ഞാൻ എന്റെ കടമ മാത്രമല്ലേ ചെയ്തുള്ളൂ പ്രീതി. അതൊന്നും അത്ര ചെറുതാക്കണ്ട ശാലിനി. ശാലിനി കാരണമാ ഞങ്ങളിപ്പോ വീണ്ടും ഒരുമിച്ചത്. ഞങ്ങൾക്ക് മനസ്സമാധാനത്തോടൊരു ജീവിതം ലഭിച്ചത്. അതെ അതെ, അതിനുവേണ്ടി ഈ കുട്ടി എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതെ രാഘവേട്ട, ശാലിനി തെറ്റിദ്ധാരണകൾ നീക്കിയില്ലായിരുന്നെങ്കിൽ എനിക്കെന്റെ പേരക്കുഞ്ഞിനെ താലോലിക്കാനുള്ള ഭാഗ്യം നഷ്ടാവുമായിരുന്നു. പരുഷമായിട്ട് പറഞ്ഞതിനെല്ലാം മോൾ എനിക്ക് മാപ്പ് തരണം. അമ്മയുടെ അറിവ് കേടായി കരുതിയാ മതി. അമ്മ എന്നോട് അങ്ങനെയൊന്നും പറയല്ലേ. എന്റെ പൊന്നുമോള് കരയല്ലേ? കരഞ്ഞതൊക്കെ മതി. എല്ലാം ശുഭമായിട്ട് പര്യവസാനിച്ചില്ലേ? ചടങ്ങുകൾ ആരംഭിക്കാം വസുമതി. ഇയാളൊന്ന് പുറത്തേക്കോ? എന്താ വാങ്ങോട്ട്. അരുത് മോളെ, നിറവയറോടെ ഇങ്ങനെ കുനിയാൻ പാടില്ല. എന്റെ എല്ലാ അനുഗ്രഹവും മോക്കെന്നും ഉണ്ടാവും. നന്നായി വരും. ₹1 കോടി.
ഇവിടെ നില്ലേ. എന്താ പരിപാടി? അതൊക്കെ ഉണ്ട്. ഇതെന്തിനാ? മിണ്ടരുന്ന് പറഞ്ഞ പ്രീതിയുടെ പ്രശ്നങ്ങൾ ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടുകൂടി പരിഹരിച്ചല്ലേ ഇയാള്. അപ്പൊ പലരുടെയും കണ്ടുവിട്ടുണ്ടാവും എന്റെ പൊന്നിന്. ആ അത് എല്ലാം പോട്ടെ, പ്രത്യേകിച്ച് സുസ്മിത കണ്ട് കഴിഞ്ഞോ? കഴിയൂ. ഞാനേ ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് വരാം. തെമ്മാടി. പിടി കൊടുക്കല്ലേ എന്ന് 1000 വട്ടം പറഞ്ഞതല്ലേ നിന്നോട് ഞാൻ വിളിച്ചപ്പോഴേ നിനക്ക് അവിടുന്ന് മുങ്ങിയാ പോരായിരുന്നോ? എടി, നിന്റെ കോളിൽ സംസാരിക്കുന്നതിനിടയിലാ അവള് കയറി വന്നത്. നമ്മൾ തമ്മിലുള്ള സംസാരമെല്ലാം അവള് മറിഞ്ഞു നിന്ന് കേൾക്കുകയും ചെയ്തു. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? വ്യാജ റിപ്പോർട്ട് ഉണ്ടാക്കിയതിന്റെ ഡീറ്റെയിൽസ് അടക്കം. പിന്നെ എങ്ങോട്ട് മുങ്ങാനാ? എങ്ങനെ ഊരാനായിട്ടാ? അവളെ സൂക്ഷിക്കണമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ. അപ്പൊ അവളുടെ ഒരു ഓവർ കോൺഫിഡൻസ്. എന്തായാലും നിന്നെ അവള് മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുത്തില്ല, എന്റെ ജോലിയും പോയില്ല. അങ്ങനെ ആയിരുന്നെങ്കിലോ? എന്നാലും ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പ്ലാനായിരുന്നെന്നറിയോ? പിടിക്കപ്പെടാൻ ഒരു സാധ്യതയും ഇല്ലായിരുന്നു. നീ അതിന് തലവെച്ചു കൊടുത്തു. പാരിതോഷികമായിട്ട് അവളുടെ 2-3 കൊട്ടും കിട്ടി. നിനക്ക് നന്നായിട്ട് വേദനിച്ചോ? ആ, ഇത് 30 ഇരട്ടിയായിട്ട് ഞാൻ അവൾക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട്. നീ പൊക്കോ, ഞാൻ വിളിച്ചോളാം. ചേട്ടാ ഒരു മിനിറ്റ്. ഇത് രോഹിത്തല്ലേ? ഈ പിശാശ് ഇവിടെ എത്തിയോ? അയ്യോ, സുരഭി അവൻ തിരിച്ചറിയോ? ആകെ പ്രശ്നമാവല്ലോ. ഇവളെന്തായി കാണിക്കുന്നത്? ഹലോ ഒരു മിനിറ്റ്. ഈ ഫോട്ടോ കാണുന്ന പെൺകുട്ടി അറിയോ? നോക്കട്ടെ. ഇവളെന്തായി കാണിക്കുന്നത്? കാറിന് ഉമ്മ കൊടുക്കണം. ഈശ്വര, അവൾ എന്നെ കാട്ടിക്കൊടുക്കോ? അവളെ ആരെയോ കണ്ട് പേടിച്ചതാ. പേടിക്കാനാ? ആരെ കണ്ടു പേടിക്കും? അവിടെ ആ നേഴ്സിനടുത്ത് ആരോ നിപ്പുണ്ട് വിഷ്ണുട്ടാ. അതാര്? മുഖം കാണാൻ പറ്റുന്നില്ല.
എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നേഴ്സിന്റെ വേഷത്തിലായതുകൊണ്ട് ഇവൻ എന്നെ മനസ്സിലായില്ലെന്നാ തോന്നുന്നേ. എന്തു പറയുന്നു നിന്റെ രോഹിത്? എന്താടി നിന്റെ മുഖം വല്ലാതായത്? എന്നെ സംബന്ധിച്ച് അതൊരു അടഞ്ഞ അധ്യായോ. ആ പേര് കേൾക്കുന്നത് പോലും എനിക്കിപ്പോൾ ഇഷ്ടമല്ല. ഉറപ്പായും സുസ്മിത എന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇവൻ ഇങ്ങനെ അന്വേഷിച്ച് നടക്കില്ലല്ലോ. നീ വന്നേ. ഈശ്വര, വിഷ്ണുവേട്ടൻ. അവൻ വിഷ്ണുവേട്ടന്റെ ഫോട്ടോ കാണിച്ച ഇവിടെ എങ്ങും കണ്ടിട്ടില്ലല്ലോ. ഈ കുട്ടിയോ? ഈ കുട്ടി ഇപ്പൊ ഇതുവഴി കാറിൽ പോകുന്നുണ്ടല്ലോ. എങ്ങോട്ട്? ദേ അങ്ങോട്ട്. എവിടെ? അങ്ങോട്ടോ? ചേട്ടാ പ്ലീസ് എന്നെ അങ്ങോട്ട് വിട്ടേക്ക്. വിട്ടോ. ഹലോ. രക്ഷപ്പെട്ടു. ആരുടെ അവൻ? എനിക്കറിയില്ല. പിന്നെ നിന്നോട് എന്താവും സംസാരിച്ചോണ്ടെന്ന്? ഒരാളുടെ ഫോട്ടോ കാണിച്ചിട്ട് എനിക്കറിയാമോന്ന് ചോദിച്ചതാ. ഫോട്ടോ? ആരുടെ ഫോട്ടോ? എനിക്കറിയാവുന്ന ആളല്ല, ഒരു ആൺകുട്ടിയുടേതാ. നീ പോ. എന്തായിരുന്നു കാറിന്റെ മുന്നിൽ? കാറിന്റെ മുന്നിലോ? നീ ഇവിടെ പൂച്ചെ പോലെ പതുങ്ങി കളിക്കുന്നത് കണ്ടല്ലോ. അത് അല്ലാതെ സ്ക്രാച്ച് വീണിട്ടുണ്ടോ നോക്കിയതാ. സ്ക്രാച്ചോ? അതെ. പോറല് വീഴാതെ സൂക്ഷിച്ചോ നീ. ഇല്ല പിന്നെ മൊത്തം പെയിന്റ് അടിച്ചെടുക്കേണ്ടി വരും കേട്ടാ. അതെ, ആരെയോ പേടിക്കുന്ന പോലെ ഉണ്ടല്ലോ നീ. പേടിക്കാനോ? ആരെ? നിന്നെ പോലുള്ള പിശാചുക്കൾക്ക് ആരെയും ഭയമില്ലല്ലോ. പക്ഷെ നീയും ഭയക്കാനുള്ള സന്ദർഭം അടുത്തൊന്ന് എന്റെ മനസ്സ് പറയുന്നു. സത്യത്തിന്റെ വെളിച്ചം നീ എന്ന ഇരുട്ടിലേക്ക് അടുത്ത് വരുന്നുണ്ട് സുസ്മിത. പിന്നെ നീ ഇല്ല. വിഷ്ണുട്ടൻ വാ. നെഗറ്റീവ് എനർജിയുടെ ജനറേറ്ററായി നിൽക്കുന്ന. കുറച്ചേരം അടുത്ത് നിന്നാൽ നമ്മളെ അത് ബാധിക്കും. ദൈവം എന്റെ കൂടെ അടി. അതാ നീയോ വിഷ്ണുവേട്ടനോ രോഹിത്തിനെ കാണാതെ പോയത്. ഇനി എങ്ങനെയാ നീങ്ങേണ്ടതെന്ന് എനിക്കറിയാം. കാണിച്ചു തരാം ഞാൻ ശരിക്കുള്ള നെഗറ്റീവ് എനർജി എന്താണെന്ന്. പെപ്പടങ്ങച്ചേ. പപ്പടം ചൂട്. പപ്പടം നേരത്തെ കാച്ചിരുന്നല്ലേ? അത് തീർന്നു. ശാരദാമ്മ ശ്യാമയൊക്കെ പോയിട്ടുണ്ടാവൂല്ലേ? അവരൊക്കെ എപ്പോഴേ പോയി. അർജുനമ്മയോ? സീമന്തത്തിന് വന്നവരെ എല്ലാരും പോയി. അർജുനേട്ടനെയും പ്രീതിയും വസുമതി ആന്റി ഒരു രാത്രി ഇവിടെ നിർത്തിയിട്ടാ പോയിരിക്കുന്ന. അല്ല ഇയാൾക്കിപ്പോ എന്താ വേണ്ടേ? പിന്നെ ഈ ആൾത്തിരക്കൊക്കെ ഒഴിഞ്ഞോണ്ടേ നമുക്ക് കുറച്ച് പ്രൈവസിക്ക് ആവല്ലോ. ആവാലോ. എന്നാ പിന്നെ എവിടെയെങ്കിലും നമുക്ക് ഒറ്റയ്ക്കിരിക്കാം. ഒറ്റയ്ക്കോ?
ഒറ്റയ്ക്കല്ല, ഇരട്ടയ്ക്ക്. ഇയാളിവിടെ ഒറ്റയ്ക്കോ ഇരട്ടയ്ക്കോ ഇരുന്നോ. എനിക്കിവിടെ കുറച്ച് ജോലി കൂടി ബാക്കിയുണ്ട്. ഇതിനൊരു കുത്തൂച്ചം. പിന്നെ എന്താ എന്താ വെച്ചാല് ഈ പപ്പടം കുത്തിയെ ഞാനിങ്ങനെ നോക്കായിരുന്നു. ഇത് നോക്കിയേ, എന്തൊരു ഭംഗിയല്ലേ ഈ പപ്പടം കുത്തിക്കൊക്കെ. അതെ അതെ, കണ്ട റോസാപ്പൂ പോലെ ഉണ്ട്. വെച്ചിട്ട് പോയേ പോ. പപ്പടം പൊരിക്കുക. ഹേയ്, മസാല ദോശ ഉണ്ടാക്കുക. ആഹാ, നല്ല ഭംഗിയുള്ള മസാല ദോശ. ഈ മസാല ദോശ എടുത്തോണ്ട് സ്ഥലം വിടാൻ നോക്ക്. അതെ, ഞാൻ പോണെന്നുണ്ടെങ്കിൽ മസാല ദോശ പോരാ, കുറച്ചുകൂടി എരിവും പുളിയുള്ള എന്തെങ്കിലുമൊക്കെ വേണം. കുറച്ച് എരിവും പുളിയുള്ളതെന്ന് വെച്ചാ കുറച്ച് കാന്താരി മുളക് അരച്ച് വാളംപുളിയിൽ മിക്സ് ചെയ്ത് തരട്ടെ. അതല്ല പിന്നെ അത് എന്റെ കയ്യിലുള്ളതാ. എന്റെ കയ്യിലുള്ളതെന്ന് വെച്ചാ ഇതാ, ഇത് പൊള്ളും. കൊണ്ടുപോയോടുത്ത് താന്ന് പോയേ. തനിക്കറിയാം ഞാൻ എന്താ ഉദ്ദേശിക്കണെന്ന്. താനെപ്പോഴും ഓർത്തും ഓർന്നു. അതെ, ഇത് വല്ലാത്ത കഷ്ടം തന്നെയാ. ഇയാൾക്ക് എപ്പോഴേ ഈ ഒരു ഉദ്ദേശേ ഉള്ളൂ. അതുകൊണ്ട് ഉദ്ദേശം അറിയാനേ മഷിനോട്ടത്തിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. എന്നാ പിന്നെ ആളെ ഇട്ട് വട്ടം ചുറ്റിക്കതം അത് കിട്ടും തന്നാലെന്താ. സത്യാമ്മ കണ്ടാലേ ഇതുപോലെ പൊടിച്ച് കളയും. അമ്മ ഉണ്ടായിരുന്ന കുഴപ്പമില്ല, അത് കാണുമ്പോ അറിയാം. പോവല്ലേ, ഇതെന്ത് പറയല്ലത് അങ്ങോട്ട് പോണേ. ഇടോ, പ്രീതിയുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച ഇയാളല്ലേ, അതുകൊണ്ട് അമ്മയ്ക്ക് ഇപ്പൊ തന്നോട് നല്ല സ്നേഹമാ. ആർക്കറിയാം. എടോ, ഇയാളുടെ ദൃഷ്ടിദോഷം അകറ്റിയൊക്കെ ഞാനല്ലേ, അത് വിചാരിച്ചിട്ടെങ്കിലും ഒരു അപ്പൊ അങ്ങനെ ഒരു ദുഷ്ടലാക്കോടെയാണ് ദൃഷ്ടി ഒഴിഞ്ഞത്. അത് കൊള്ളാം. ഇയാളെന്നെ എന്തൊക്കെ പറഞ്ഞ ഒരു മുത്തുകേട് കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോയില്ല. ഉറപ്പാണോ? ആ, ഉറപ്പാ. ശരി, എന്നാ പിന്നെ തന്നേക്കാം. തരുമോ? ഇത്രയുള്ളൂ കാര്യം. പെട്ടെന്ന്. അങ്ങനെ പെട്ടെന്നൊന്നും തരാൻ പറ്റില്ല. പിന്നെ ചെറിയൊരു ടെസ്റ്റ് ഉണ്ട്, അത് പാസ്സാവണം. എഴുത്തും പരീക്ഷ എന്നോട് പറ്റില്ല. ഈ ഓരോ ടെസ്റ്റും കോപ്പും അത് ഇയാൾ തന്നെ എഴുതിയാ മതി. എഴുത്ത് പരീക്ഷ ഒന്നും അല്ലെന്നേ, ഇത് ഒരു പേപ്പർ വെച്ചൊരു ചെറിയൊരു കളിയാ. കളിയായിരുന്ന എങ്കിൽ പിന്നെ എപ്പോഴാ ഞാൻ റെഡി മോളെ. പറ എങ്ങനെ? അതിനെ ചില സാധനങ്ങളും കൂടി വേണം. വാ. അതെന്താണാവോ? എന്താ ആലോചിക്കുന്നേ? വേണം, വരിക. എന്നാ വാ. വന്നു. അതെ, ഇത് എങ്ങോട്ടേക്ക് കൊണ്ടുപോണേ? വാ, പറയാം. എടോ, ഇതെങ്ങോട്ടാന്ന് പറ. അയ്യേ, ഇതെന്തിനാ? അതൊക്കെയുണ്ട്. അതിന്റെ ഇങ്ങനൊരു പേപ്പർ എടുക്കണം. അത് ഈസിയല്ലേ? എന്നിട്ട് അതിങ്ങനെ ഇങ്ങനെ 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 3 തുല്യ ഭാഗങ്ങളായിട്ട് കീറണം. അത്രേ ഉള്ളൂ. പറയുന്നതേ ഒന്ന് ശ്രദ്ധിച്ച് കേക്ക്. മുഴുവനായിട്ട് കീറരുത്, 3/4 ഭാഗമേ കീറാവൂ. ഇത്രേ. ഇത് ഈസിയല്ലേ? പിന്നെതാ ഓരോന്നിങ്ങനെ 2 കൈ കൊണ്ടും പിടിച്ച് ഒറ്റ വലി 3 കഷ്ണമായിട്ട് മുറിഞ്ഞു വീഴണം. എന്നിട്ടൊന്നുമില്ല, ഒറ്റ വലിക്ക് 3 കഷ്ണമായിട്ട് മുറിഞ്ഞ കളിയിൽ ജയിച്ചു. അയ്യേ, ഇത്രേ ഉള്ളോ? ഇതാണ് വലിയ കളി. ഇത് ഈസിയല്ലേ? ഇങ്ങോട്ട് 3 എണ്ണം. എന്റെ ദൈവമേ, അപ്പിടാക്കടബ്ര കാണിച്ചേ. അത് എനിക്ക് ഏകാഗ്രത കിട്ടാത്തോണ്ടാ. കാണിച്ചേ. ഇതേ എന്റെ അടുത്ത കളി.
എടുക്കട്ടെ. എന്തുറ്റി ഈസി അല്ലേ? എന്നിട്ടെന്താ സാധിക്കാത്ത? ഒരു ചാൻസ് കൂടെ. ശരി, ഇത് ഈസിയാണ്. ഇത് വലിയ പേപ്പർ ആയതുകൊണ്ടേ നമ്മളിത് ഇങ്ങനെയാക്കി ഇവിടെ ഇങ്ങനെ കീറി കറക്റ്റ് അല്ലേ? മുക്കാലും കൊണ്ടുവന്ന് ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ